എന്താണാവോ ഞാൻ ചെരിഞ്ഞു നിൽക്കുന്നത്? അതൊരു സംഭവമുണ്ട്, കണക്കട പറഞ്ഞോളൂ. അറിയില്ല, എനിക്കൊന്നും അറിയില്ലല്ലോ. മോഹൻലാല് ലാലേട്ടൻ. ലാലേട്ടൻ ആ. വള്ളംകളിയിലെ ഇവളാ അല്ലല്ല ദേണ്ടേ കരിച്ചാൽ. കാരിച്ചാൽ വള്ളംകളിയിലെ മോഹൻലാൽ. അതിന്റെ കഥ എന്താ? ചെറിയ ചരിവുണ്ട്, പണിഞ്ഞപ്പോ ഉണ്ടായതാ. പിന്നെ മാറ്റി പണിതില്ല. മാറ്റി പണിയേണ്ട കാര്യമില്ല. എത്ര തവണ ഞാൻ ട്രോഫി എടുത്തത്. ആ ചരിവിലൂടെ ഇങ്ങനെ തുഴഞ്ഞു നീങ്ങുക. നമ്മുടെ ലാലേട്ടനെ പോലെ തന്നെയാ. ചെരിവാണ് അതിന്റെ. ലാളിത്യമുള്ള ചരിവാണ്. അതിപ്പോ എത്ര തവണ കപ്പ് തൂക്കിയിട്ടുണ്ടാവും? 16. അത് 71 തവണ നെഹ്റു ട്രോഫി. 16 തവണ മൂപ്പരങ്ങള് പൊക്കി. കഴിഞ്ഞ വർഷം PBCക്ക് വേണ്ടിയിട്ട് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണല്ലേ? മാക്രോ സെക്കൻഡാ ഇത്തവണ. ഒരു മൈക്രോ സെക്കൻഡ് ഇല്ല, ഒരു മാക്രോ സെക്കൻഡ് ഇല്ല. ചേട്ടാ, ക്ലബിന്റെ പ്രസിഡന്റാ. ആശാന്റെ ചെരുവിന്റെ കഥ പറയായിരുന്നു, ലാലേട്ടൻ സ്റ്റൈൽ. അതെ അതെ, കാരിച്ചാൽ രണ്ടുപേരാണ് ഈ ചരിവുള്ളത് ഇടത്തോട്ട്. ഒന്ന് ജലചക്രവർത്തി കാരിച്ചാൽ ചൂടലും, ഒന്ന് മോഹൻലാലും. ആയിരത്തി 1970 പ്രശസ്ത രാജശില്പി കോഴിമുൾക്ക് നാരായണാചാര്യാണ് ഇവർ ജന്മം കൊടുത്തത്. നീരിലിറക്കിയ സമയത്ത് വലത്തോട്ടൊരു ചരിവ് ഉണ്ടായിരുന്നു. അപ്പം ആ ശില്പി വള്ളത്തെ കയറുകയും മറുഭാഗത്ത് ചരിഞ്ഞു നിൽക്കുകയും ചെയ്തപ്പോൾ അവിടെ കയറി നിന്നു. ഇന്നപ്പോൾ ഇത് നൂർന്നു. ഒരാളുടെ ചരിവുണ്ട്, ഏകദേശം ഒരു 65 കിലോ ചരിവ് അന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ ഉള്ളിടത്തോളം കാലം എൻ്റെ നാമം ലോകം അറിയപ്പെടും, ജലമേളുകളിലെ ചക്രവർത്തിയാകും എന്ന് പറയുകയും ആ നാമം ഇന്നും അത് നിലനിർത്തിയിട്ടുണ്ട്. അല്ല, നമുക്ക് ഇതിലിപ്പോ ഇങ്ങനെ പോകുമ്പോ ഒരു ഡിസ്കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നത്തില്ല. ചരിവുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ചരിവുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ആ ചരിവ് ഇതിന്റെ ഒരു ഭാഗ്യമാണ്. പല പ്രാവശ്യം ഇത് പുതുക്കിപ്പെടുത്തിട്ടും ആ ചരിവ് ഇതുവരെ മാറിയിട്ടുണ്ട്. ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ചരിവാണ്. ഒരു വികാരമാണ് നമുക്ക്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വരും തലമുറകളും ഇത് കൈമാറും. അപ്പൊ നമ്മൾ ആഗസ്റ്റ് 30 ഞങ്ങളുടെ കപ്പം എടുക്കും. കാരിച്ചാൽ തന്നെയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വരുന്നത്. ഞങ്ങളുടെ കുട്ടികളെല്ലാം പൂർണ്ണ സജ്ജരാണ്. കട്ടയ്ക്കാണ്. ഒരു 2 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 3-ാമത്തെ വർഷം വള്ളം ഒന്ന് ഇരുത്തി പണിയണം. ഇത്ര പവറല്ലേ ഈ കുത്തി വലിക്കുന്നത്. ഇവർ ഈ കാരിച്ചാൽ വള്ളത്തിന്റെ ഒരു പ്രത്യേകത, കാരിച്ചാൽ വള്ളം ഇതുവരെ അവർ മാറ്റി പണിതിട്ടില്ല എന്നുള്ളതാണ്. അത് തറ മാത്രം വെച്ചോണ്ട് പണിഞ്ഞിട്ടുണ്ട്. അതായത് വള്ളം പൂർണ്ണമായിട്ട് മാറ്റി പണിഞ്ഞിട്ടില്ല. പുതിയ വള്ളം അവർക്ക് ഇറക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അവരുടെ ഭാഗ്യവും നീ പറഞ്ഞതുപോലെ മോഹൻലാലിനെ ഇപ്പം തന്നെ ചരിവ് വേണ്ട. അപ്പൊ ലാലേട്ടന്റെ വിശേഷങ്ങൾ അറിഞ്ഞ് അപ്പൊ ഞാൻ അടുത്ത എങ്ങോട്ട് വേണേലും പോകാം. അപ്പൊ എന്തായാലും തത്സമയ വിവരങ്ങളുമായി കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ മൊത്തം ടീം ഫുൾ ടീം എപ്പോഴും ഉണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ സുലാൻ പോട്ടെ.